കോഴിക്കോട് നിന്ന് ബംഗളൂരിലേക്ക് വരികയായിരുന്ന യാത്രാ ബസ് അപകടത്തിൽപ്പെട്ട് 4 പേർക്ക് ജീവഹാനി. മൈസൂർ എക്സ്പ്രസ് ഹൈവേയിൽ ഇന്ന് പുലർച്ചെയോടെയാണ് അപകടമുണ്ടായത്. റോഡിലെ ഡിവൈഡറിൽ ബസ് ഇടിച്ചു കയറുകയായിരുന്നു. മരിച്ച 4 പേരും മലയാളികളാണ്. കൊയിലാണ്ടി സ്വദേശി മുഹമ്മദ് ഫർഹാൻ, റഷീദ്, സക്കീർ, മാഹി സ്വദേശി സുൽഫിക്കർ എന്നിവരാണ് മരിച്ചത്. കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നതേയുള്ളൂ. മൃതദേഹങ്ങൾ ചന്നപ്പട്ടണ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി. PK ട്രാവൽസിന്റെ സ്ലീപ്പർ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ് ഡിവൈഡറിൽ ഇടിച്ചു കയറി മറിഞ്ഞു. ബസ് യാത്രക്കാർ അധികവും മലയാളികളായിരുന്നു. അവധി കഴിഞ്ഞ് ജോലി സ്ഥലത്തേക്കുള്ള യാത്രയിലായിരുന്നു പലരും. ഏതാനും പേർക്ക് പരിക്കുണ്ട്. കൂടുതൽ വിവരങ്ങൾ കിട്ടിയിട്ടില്ല. നിയമസഭാ തിരഞ്ഞെടുപ്പിനായി ഇനി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനാകില്ലെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെ അവസാന ദിവസമായ 23 വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാമെന്ന ഉറപ്പാണ് കമ്മീഷൻ ലംഘിച്ചത്. 15-ന് ശേഷമുള്ള അപേക്ഷകൾ പരിഗണിക്കില്ലെന്നാണ് വാർത്താക്കുറിപ്പിൽ പറയുന്നത്. ഇതോടെ ലക്ഷക്കണക്കിന് പേർക്ക് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനാകില്ല. 10 ദിവസം മുമ്പ് വരെ സമർപ്പിച്ച അപേക്ഷകളാണ് നിലവിൽ പ്രോസസ് ചെയ്യുക. അതിനുശേഷം വോട്ടർ പട്ടികയിൽ ചേർക്കും. അപേക്ഷ സ്വീകരിച്ച് വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കുന്നതുവരെ നീളുന്ന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ പരമാവധി വേണ്ടത് 10 ദിവസം ആയതിനാൽ മാർച്ച് 15 വരെ സമർപ്പിച്ച അപേക്ഷകളാണ് നിലവിൽ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയുകയെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. അന്തിമ സപ്ലിമെന്ററി പട്ടിക 24 പ്രസിദ്ധീകരിക്കാനിരിക്കെയാണ് അപേക്ഷകൾ പരിഗണിക്കാതിരിക്കുന്നത്. പ്രവാസികൾക്കായുള്ള ഫോം 6A, താമസസ്ഥലം മാറ്റുന്നതിനുള്ള ഫോം 8 എന്നിവ സമർപ്പിച്ചവരെല്ലാം കമ്മീഷന്റെ പുതിയ നിലപാട് പ്രതികൂലമായി ബാധിക്കും. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി തങ്ങൾക്കെതിരെ ഫേസ്ബുക്കിൽ അജ്ഞാതന്റെ ലൈംഗിക ആരോപണം. അജ്ഞാത ഐഡിക്കെതിരെ നടപടിയെടുക്കണമെന്ന് പോലീസിൽ പരാതി നൽകി മുസ്ലിം ലീഗ്. ഫേക്ക് ഐഡിയിലൂടെ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് അജ്ഞാതൻ ഉന്നയിച്ച വ്യാജ ആരോപണങ്ങൾക്കെതിരെ മുസ്ലിം ലീഗ് പോലീസിൽ പരാതി നൽകിയതായി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി ഫേസ്ബുക്കിലൂടെ അറിയിച്ചു. സംഭവത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സാദിഖ് അലി തങ്ങളെ വ്യക്തിപരമായി തേജോവധം ചെയ്യാനുള്ള നീക്കത്തെ എന്ത് വില കൊടുത്തും പാർട്ടി നിയമപരമായി നേരിടുമെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. ഇത്തരം വ്യാജ പ്രചാരണങ്ങളിൽ ആരും വഞ്ചിതരാകരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പിന്നാലെ ആരോപണം ഉന്നയിച്ചാൽ പോസ്റ്റ് പിൻവലിച്ചു. ഫേസ്ബുക്ക് അക്കൗണ്ടും അപ്രത്യക്ഷമായി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മനെ സ്ഥാനാർത്ഥിയാക്കാൻ ആലോചിച്ചിരുന്നുവെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. എന്നാൽ മറ്റൊന്നായി വിധി. കോന്നിയിലെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിലാണ് ഈ കാര്യം അടൂർ പ്രകാശ് പറഞ്ഞത്. മറിയ ഉമ്മനെ വേദിയിലിരുത്തിയായിരുന്നു പരാമർശം. ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ ആലോചിച്ചിരുന്നതാണ്. എന്നാൽ തലവിധി മോശമായിരുന്നത് കൊണ്ട് നടന്നില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എന്നായിരുന്നു അടൂർ പ്രകാശിന്റെ പ്രതികരണം. തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ അടൂർ പ്രകാശ് സംസാരിക്കുന്നതിനിടെ മറിയ ഉമ്മൻ വേദിയിലേക്ക് എത്തുകയായിരുന്നു. ഈ ഘട്ടത്തിലായിരുന്നു പ്രസ്താവന. ഇസ്രായേൽ-ഇറാൻ സംഘർഷം പശ്ചിമേഷ്യയിൽ ആളിപ്പടർന്ന സാഹചര്യത്തിൽ രാജ്യത്തെ പെട്രോളിയം, പ്രകൃതിവാതകം, വൈദ്യുതി, വളം എന്നീ മേഖലകളുടെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. ഞായറാഴ്ച വൈകുന്നേരം ചേർന്ന മന്ത്രിതല യോഗത്തിൽ ഫെബ്രുവരി 28-ന് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനി കൊല്ലപ്പെട്ടതിന് പിന്നാലെ തുടങ്ങിയ സംഘർഷം ആഗോള ഇന്ധന വിപണിയിൽ ഉണ്ടാക്കിയ വൻ പ്രതിസന്ധി ചർച്ച ചെയ്തു. ഇറാൻ തിരിച്ചടി തുടങ്ങിയതോടെ കടൽ മാർഗമുള്ള ചരക്ക് നീക്കം ദുഷ്കരമായതാണ് ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങൾ ആശങ്കയിലാക്കുന്നത്. രാജ്യത്ത് തടസ്സമില്ലാത്ത ഇന്ധന വിതരണം, കാര്യക്ഷമമായ ലോജിസ്റ്റിക് സംവിധാനം എന്നിവ ഉറപ്പാക്കുകയാണ് ഞായറാഴ്ചത്തെ യോഗത്തിന്റെ പ്രധാന ലക്ഷ്യമായിരുന്നത്. യുദ്ധം ദീർഘകാലം നീണ്ടു നിൽക്കുകയാണെങ്കിൽ എണ്ണ ഇറക്കുമതിയിൽ ബദൽ മാർഗങ്ങൾ നേടുന്നതിനെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു. നിലവിൽ ഇന്ത്യയുടെ പക്കലുള്ള തന്ത്രപ്രധാനമായ എണ്ണ ശേഖരം എത്ര കാലം തികയുമെന്നതിനെക്കുറിച്ചും ഉദ്യോഗസ്ഥർ പ്രധാനമന്ത്രിക്ക് റിപ്പോർട്ട് നൽകും. സമാധാനവും ക്ഷമയും പാലിച്ച് പ്രതിസന്ധിയെ നേരിടണമെന്നാണ് പ്രധാനമന്ത്രി ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. US ബേസുകൾക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണം തുടരുന്നത് ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണവില കുതിച്ചുയരാൻ കാരണമായിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇന്ധന വിതരണത്തിൽ തടസ്സമില്ലെന്ന് ഉറപ്പാക്കാൻ പെട്രോളിയം മന്ത്രാലയത്തിന് കീഴിൽ പ്രത്യേക കൺട്രോൾ റൂമും സജ്ജമാക്കിയേക്കും. ഇന്ത്യയിൽ ഇന്ധന ലഭ്യത ഉറപ്പാക്കാനും വിലക്കയറ്റം നിയന്ത്രിക്കാനും ഏതറ്റം വരെയും പോകാനാണ് സർക്കാരിന്റെ ലക്ഷ്യം. അവശ്യ വിഭവങ്ങളുടെ തടസ്സമില്ലാത്ത വിതരണവും സുസ്ഥിരമായ ചരക്ക് നീക്കവും ഉറപ്പാക്കുന്നതിനാണ് യോഗം മുൻഗണന നൽകിയിരിക്കുന്നത്. കടം വാങ്ങിയ പണം തിരികെ ചോദിക്കുന്നത് നിയമപരമാണെന്നും ഇതിനായി കടക്കാരനെ വിളിക്കുന്നത് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന്റെ പരിധിയിൽ വരില്ലെന്നും സുപ്രീം കോടതി. ജസ്റ്റിസുമാരായ മനോജ് മിശ്ര, മൻമോഹൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് നിരീക്ഷണം നടത്തിയത്. ഒരാൾ നൽകിയ പണം തിരികെ ആവശ്യപ്പെടുന്നത് നിയമപരമായ കാര്യമാണ്. വ്യക്തിപരമായ തെളിവുകളോ പ്രകോപനങ്ങളോ ഇല്ലാതെ ഇതിനെ ക്രിമിനൽ കുറ്റമായി കാണാനാവില്ലെന്നും കോടതി നിരീക്ഷിച്ചു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 306 വകുപ്പ് അനുസരിച്ച് ഒരാളെ കുറ്റക്കാരനായി കണ്ടെത്തണമെങ്കിൽ അയാൾ മരിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ സജീവമായ പങ്കുവഹിക്കുകയോ മനഃപൂർവ്വം സഹായിക്കുകയോ വേണം. അല്ലാതെ ഫോൺ വിളിക്കുന്നതിനെ ഇതിന് ആധാരമാക്കാനാവില്ല എന്നും കോടതി വ്യക്തമാക്കി. ദുരന്തർ ദ റിവെഞ്ച് എന്ന സിനിമയെ പ്രശംസിച്ച് ജമ്മു കശ്മീർ മുൻ DGP
SP വൈദ്. സിനിമ അസുഖകരമായ സത്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും ചിത്രം ഒരു വിഭാഗീയ അജണ്ട പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന പ്രതിപക്ഷത്തിന്റെ വാദങ്ങൾ തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് നേതാക്കളുടെ വിമർശനങ്ങളോട് പ്രതികരിച്ച വൈദ് ചിത്രത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഠിനമായ യാഥാർത്ഥ്യങ്ങളാണ് പലർക്കും തിരിച്ചടി ഉണ്ടാക്കിയതെന്നും പറഞ്ഞു. സത്യം കഠിനമാണ്. ആദിഖ് അഹമ്മദ് ഒരു ഗുണ്ടാ സംഘമായിരുന്നു. അയാൾക്ക് നിയമവിരുദ്ധ ആയുധങ്ങൾ ലഭിച്ചുവെന്ന് ലോകം മുഴുവൻ അറിയാം. പാകിസ്ഥാനുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം ലോകത്തിന് അറിയാം. വസ്തുതാപരമായ സംഭവങ്ങളിൽ നിന്നാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ കാണിച്ചിരിക്കുന്നത് സത്യത്തെ അടിസ്ഥാനമാക്കിയുള്ള കാര്യങ്ങളാണ്. നമ്മുടെ സ്വന്തം നേതാക്കൾ വ്യാജ കറൻസി റാക്കറ്റിൽ ഉൾപ്പെട്ടിരുന്നു. സിനിമ രാഷ്ട്രീയ പ്രേരിതമാണെന്ന ആരോപണം അദ്ദേഹം എതിർത്തു. കോൺഗ്രസ് MP താരിഖ് അൻവർ ദുരന്തർ 2 വിമർശിച്ചതിന് പിന്നാലെയാണ് ഈ പരാമർശങ്ങൾ. സിനിമ നിർമ്മിച്ചവർ അടിസ്ഥാനപരമായി വിദ്വേഷപ്രിയരാണെന്ന് വ്യക്തമാണെന്നും രാജ്യത്തുടനീളം വിദ്വേഷം പ്രചരിപ്പിക്കാനുള്ള കരാർ അവർ ഏറ്റെടുത്തിരിക്കുന്നുവെന്നും ദുരന്തർ നിരോധിക്കണമെന്നുമായിരുന്നു താരിഖ് അൻവർ പറഞ്ഞത്. അവസാനിക്കുന്നുവെന്ന് പ്രതീക്ഷ നൽകി ഇറാൻ അമേരിക്ക ഇസ്രായേൽ യുദ്ധം കൂടുതൽ ശക്തിപ്പെടുമോ? ആശങ്ക വർദ്ധിപ്പിക്കുന്ന നിലപാടുകളും പ്രസ്താവനകളുമാണ് അമേരിക്കയുടെ ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് എല്ലാവർക്കുമായി തുറന്നു കൊടുത്തില്ലെങ്കിൽ ഇറാന്റെ തന്ത്രപ്രധാന സ്ഥാനങ്ങൾ 48 മണിക്കൂറിനുള്ളിൽ ആക്രമണം നടത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ എല്ലാ രാജ്യങ്ങളുടെയും ഇന്ധന ഊർജ്ജ കവാടമായ ഹോർമുസ് കടലിടുക്ക് എല്ലാവർക്കുമായി അടയ്ക്കുമെന്നാണ് ഇറാൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏറ്റവും പുതിയ ഈ നിലപാട് ലോകത്തെയാകെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യം വെക്കുമെന്ന് അമേരിക്കയും ഇറാനും പരസ്പരം ഭീഷണി മുഴക്കി. ഇത് കൂടുതൽ പ്രാദേശിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന ഭയം വർദ്ധിപ്പിക്കുകയാണ്. ഇറാനിയൻ വൈദ്യുത നിലയങ്ങൾ ആക്രമിക്കാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം US പാലിച്ചാൽ ആഗോള ഊർജ്ജ കയറ്റുമതിക്ക് നിർണായകമായ ഇടനാഴിയായ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചിടുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ കടലിടുക്ക് വീണ്ടും തുറക്കാൻ ട്രംപ് നൽകിയ 48 മണിക്കൂർ സമയപരിധി കഴിയാറായി. ഇറാൻ ഇസ്ലാമിക റിപ്പബ്ലിക് അല്ലെന്നും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ സംരക്ഷിക്കാൻ ഇറാനിൽ നിലവിലുള്ള ഭരണകൂടം പൊളിക്കണമെന്നും ഇറാന്റെ നാടുകടത്തപ്പെട്ട കിരീടാവകാശി റസാ പഹ്ലവി പറഞ്ഞു. ഇപ്പോൾ അമേരിക്കയിൽ പ്രവാസിയായി താമസിക്കുന്ന പഹ്ലവി ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തെ ആക്രമിക്കുന്നത് തുടരണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോടും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോടും ആവശ്യപ്പെട്ടു. എന്നിരുന്നാലും അമേരിക്കയും ഇസ്രായേലും ഇറാനിലെ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിക്കുന്നത് ഒഴിവാക്കണമെന്ന് പഹ്ലവി പറഞ്ഞു. കാരണം അത് രാജ്യത്തിന്റെ പുനർനിർമ്മാണത്തിന് ആവശ്യമായി വരും. മൈക്രോ ബ്ലോഗിംഗ് വെബ്സൈറ്റ് എക്സിലെ ഒരു പോസ്റ്റിൽ USന്റെ ഇസ്രായേലിനെ പിന്തുണയ്ക്കും ഇറാൻ ദേശസ്നേഹികളുടെ ത്യാഗത്തിന് നന്ദി, ഇറാന്റെ സ്വാതന്ത്ര്യത്തിന്റെ സമയം അടുത്തിരിക്കുന്നുവെന്നായിരുന്നു പഹ്ലവി പ്രസ്താവിച്ചത്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ പാതയായ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി അടച്ചിടുമെന്നും ഉറച്ച നിലപാടുമായി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. ഇറാനിലെ വൈദ്യുതി ഊർജ്ജ നിലയങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തിയാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് താക്കീത്. ഇതോടെ ലോകമാകെ കനത്ത ആശങ്ക. ലോകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അസംസ്കൃത എണ്ണയുടെ 5-1 കടന്നു പോകുന്നത് ഹോർമുസ് കടലിടുക്കിലൂടെയാണ്. സൗദി അറേബ്യ, UAE, കുവൈറ്റ്, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഈ വിതരണത്തെ ഇത് നേരിട്ട് ബാധിക്കും. ഹോർമുസ് കടലിടുക്ക് അടച്ചിട്ടാൽ ഇറാന്റെ വൈദ്യുതി നിലയങ്ങളോ ആക്രമിക്കുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് അമേരിക്കയ്ക്ക് IRGC താക്കീത് നൽകിയിരിക്കുന്നത്. സൗദി അറേബ്യയ്ക്കും മറ്റ് ഗൾഫ് രാജ്യങ്ങൾക്കുമെതിരായ നഗ്നമായ ഇറാനിയൻ ആക്രമണങ്ങൾക്ക് ശക്തമായ മറുപടിയായി സൈനിക അറ്റാഷെ ഉൾപ്പെടെ 5 ഇറാനിയൻ നയതന്ത്രജ്ഞരെ ഞായറാഴ്ച സൗദി അറേബ്യ പേഴ്സണ നോൺ ഗ്രാറ്റയായി പ്രഖ്യാപിച്ചു. രാജ്യം വിടാൻ സൗദി ഇവർക്ക് 24 മണിക്കൂർ സമയം നൽകി. ഇപ്പോൾ നീക്കം ഇതിനകം തന്നെ മേഖലയിൽ സംഘർഷത്തെ കൂടുതൽ രൂക്ഷമാക്കി. അതേസമയം ഇറാന്റെ തുടർച്ചയായ ആക്രമണങ്ങളെ സൗദി അറേബ്യയുടെ വിദേശകാര്യ മന്ത്രാലയം അപലപിച്ചു. അവയെ അന്താരാഷ്ട്ര നിയമത്തിന്റെ നല്ല അയൽപക്ക തത്വങ്ങളുടെ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിന്റെ 2817 പ്രമേയത്തിന്റെ നഗ്നമായ ലംഘനമെന്ന് വിശേഷിപ്പിച്ചു. ഇസ്ലാമിക സാഹോദര്യത്തിന്റെ മൂല്യങ്ങൾക്കും ഇസ്ലാമിക വിശ്വാസത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾക്കും എതിരാണ് ആക്രമണങ്ങളെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു.